ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ആദ്യത്തെ മുസ്ലിം പള്ളി, ചേരമാൻ ജുമാ മസ്ജിദ്. ഗംഭീര ക്ഷേത്രമാണല്ലോ അല്ലേ. പോയിട്ട് എടുക്കണം. നമ്മൾ വണ്ടി പോകുന്ന സമയത്ത് എടുക്കാൻ പറ്റില്ല. നമ്മൾ ധനുഷ് ഒന്ന് കാണിക്കും, മറ്റേ ആൾക്കാർ മര്യാദയ്ക്ക് ധനുഷ് ഒന്ന് കാണിക്കാൻ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും. അതായത് ധനുഷ്. അപ്പോൾ ധനുഷ് എന്ന് വെച്ചാൽ സിനിമയിലെ പ്രൊഡക്ഷൻ നേരത്തെ വന്നപ്പോൾ പരിചയപ്പെടുത്തിയിട്ടില്ല. ധനുഷ് ഏതൊക്കെ സിനിമയാണ് വർക്ക് ചെയ്തെന്ന് പറയുന്നത് വളരെ വളരെ നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മറവട്ടം പാലം. ചമ്മറവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അത് പുഴയാണ് കാണുന്നത്. അതൊക്കെ പുഴയാണ് കാണുന്നത്. ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ്. തമിഴിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ്. എറണാകുളത്തേക്ക് രാവിലെ ഞാൻ പുറപ്പെട്ടതാണ്. രാവിലെ നാട്ടിൽ നിന്ന് 6 മണിക്ക് പുറപ്പെട്ടു. ഇപ്പോൾ സമയം 9:30 ഇവിടെ ഞാനിപ്പോൾ ചമ്മറവട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇത്ര നേരമുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. ആക്ച്വലി എനിക്ക് എറണാകുളത്ത് കുറച്ച് ആൾക്കാരെ കാണാൻ പോവുകയാണ്. സിനിമേൻ്റെ ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരെ കാണാൻ പോകുന്നത്. അപ്പോൾ അവരൊക്കെ ഇപ്പം ജോയിൻ ചെയ്യും. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഞാൻ നമ്മുടെ ഇടുക്കിയിലേക്ക് പോകും. ഇടുക്കി ചെറുതോണിക്ക് പോവുക. അത് 2 എപ്പിസോഡായിട്ട് ഇടുന്നത്. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് എറണാകുളത്തേക്ക് മാത്രം എടുക്കുന്നത് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂടെ ആരാളുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പ്രശാന്താണ് ഉള്ളത്. പ്രശാന്തും ഞാനും കൂടിയാണ് പോകുന്നത്. വെയിലുണ്ടാവുക. പ്രശാന്തും ഞാനും കൂടി. പക്ഷേ ഹായ് പറഞ്ഞേക്ക്. അപ്പോൾ നമ്മളെ കാറ് ഇതാണ് നമ്മുടെ കാറ്. ഈ കാർ കൊടുത്തിട്ട് ഞാനും പ്രശാന്തും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാളും കൂടി നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അയാളുടെ പേര് ധനുഷിനാണ്. ധനുഷ് കൊടുങ്ങല്ലൂരിന്നാണ് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ലേറ്റ് ആക്കുന്നില്ല. ഒരു 11-11:30 എത്താമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ തന്നെ ലേറ്റായി. നല്ല റോഡ് മൊത്തം കുഴിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് സ്ലോയിലൊക്കെയാണ് വന്നത്. അപ്പോൾ എന്നാൽ ശരി, ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ കുറച്ച് ആൾക്കാരെല്ലാം പരിചയപ്പെടാൻ പറ്റും. ചമ്രവട്ടം കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ഗുരുവായൂരെത്താനായി. അപ്പം ഗുരുവായൂരേക്ക് വരുന്ന ഇവിടെ പണി നടക്കുന്ന ഇത് ഹൈവേൻ്റെ പണി നടക്കുന്ന റോഡാണ് നിങ്ങളീ കാണുന്നത്. ഒരു എന്താ പറയുക, ബഹുഭൂരിപക്ഷം, അതായത് ഒരു 50% റോഡ് നന്നാക്കിയിട്ടുണ്ട്. നല്ല റോഡ് തന്നെ കേട്ടോ. നേരത്തെ വരുന്ന സമയത്ത് നല്ല കുഴിയെല്ലാം ഉള്ള റോഡായിരുന്നല്ലോ. ഞാൻ തിരൂർ വഴി വന്നു കേട്ടോ. ഫറൂഖിന്ന് ഞാൻ പരപ്പനങ്ങാടി തിരൂർ വഴി ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെ മഴക്കാലമായതുകൊണ്ട് റോഡെല്ലാം കുണ്ടും കുഴിയെല്ലാം ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് ഇതേപോലത്തെ നല്ല റോഡ് കുറേ ഉണ്ട്. പിന്നെ പണി നടക്കുന്നതുമാണ്. അപ്പോൾ ഇതുവഴി വരാം കേട്ടോ ആൾക്കാർക്ക്. നമ്മുടെ തീരദേശ റോഡാണ് കേട്ടോ. പൊന്നാനി, ചമ്രവട്ടം, ഗുരുവായൂർ, ഇനി കൊടുങ്ങല്ലൂർ, തൃപ്പയാർ ഫസ്റ്റ് വരും, എന്നിട്ട് കൊടുങ്ങല്ലൂർ. നമ്മൾ ഗുരുവായൂരെത്തി. ഗുരുവായൂർ നമ്മൾ പക്ഷെ ഗുരുവായൂർ ടൗണിൽ ഉള്ളിൽ കയറില്ല. നമ്മളൊരു ബൈപ്പാസ് ത്രൂ അങ്ങോട്ട് പോവാണ്. നമ്മൾ ചാവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറുന്നത്. അതിലേക്ക് പോകുന്ന ചെറിയൊരു ഊട് വഴികളാണ് കാണുന്നത്. ചാവക്കാടേക്ക് പോകുന്ന റോഡ്. ചാവക്കാട് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഹൈവേയിൽ കയറുക. പണ്ട് ചെറിയ റോഡായിരുന്നു. പണ്ട് വളരെ ചെറിയ റോഡിലായിരുന്നു. ഇപ്പോൾ ഇത് ബൈപ്പാസ് പോലെ അടിപൊളി താറിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞു. വളരെ മുമ്പേ ഇത് വഴിയൊക്കെ പോയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ആ ഗുരുവായൂർ ഹൈവേ റോഡിൽ തന്നെ കയറി. ഗുരുവായൂർ തൃപ്പയാർ ഹൈവേ റോഡിൽ തന്നെ കയറി കേട്ടോ. ആ ബൈപ്പാസിൽ കൂടെ നമുക്ക് ഒരു ഷോർട്ട് കട്ടിൽ കൂടെ നമ്മൾ എടുത്ത് വന്നതാണ്. അതുകൊണ്ട് എന്തായി, ഗുരുവായൂർ ടൗണും ചാവക്കാട് ടൗണും ഒഴിവായിട്ട് വന്നു. ഇനി നമ്മൾ തൃപ്പയാറേക്ക് പോകണം. തൃപ്പയാറേക്ക് ഇവിടെ നിന്ന് ഇനി 22 കിലോമീറ്റർ. തൃപ്പയാറിന്ന് കൊടുങ്ങല്ലൂരേക്ക് 22 കിലോമീറ്റർ. കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് 30 കിലോമീറ്ററാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടും പണി നടക്കുന്നത് നല്ല തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. തൃപ്പയാർ റോഡാണിത്. തൃപ്പയാറേക്ക് എനിക്ക് ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ കാണും. നമ്മൾ ചേറ്റുവ എന്ന് പറഞ്ഞ പാലെല്ലാം കഴിഞ്ഞു. ചേറ്റുവ പാലം നല്ല അടിപൊളി പാലമായിരുന്നു. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഇനി ഇതേപോലത്തെ വേറൊരു പാലം കൂടി വരും. കൊച്ചി 81 പിന്നെ ചെറായി ബീച്ച്. പിന്നെ ഒഴിവായി. ഒരു പൂച്ച മൃഗത്തിൽ കൂടി പോയതാ. അതിന്
തട്ടാതെ. നിങ്ങൾ ക്യാമറ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ചെറിയ കുട്ടി പൂച്ച. അതിനെ ഒന്നും ആക്കാതെ ഞാൻ ആ ബോർഡ് നോക്കുന്നില്ല, അതുകൊണ്ടാണ് പറ്റിയത്. അപ്പോൾ കിലോമീറ്ററാണ് പറയുന്നത്. ഞാൻ നേരത്തെ 12-15 കിലോമീറ്റർ എന്നല്ലേ പറഞ്ഞത്. നെറ്റിൽ നോക്കുമ്പോൾ കാണിക്കുന്നത് ടോട്ടല് കൊടുങ്ങല്ലൂരേക്ക് 39 കിലോമീറ്റർ കാണിക്കുന്നത്. ഇവിടുന്ന് കൊടുങ്ങല്ലൂരേക്ക്. കൊടുങ്ങല്ലൂരിലൊരു വളരെ ഫേമസ് ആയ പള്ളിയുണ്ട്, പക്ഷെ അതിനറിയോ? ചേരമാൻ പള്ളി. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ്. കേട്ടിട്ടുണ്ടാ? അറിയില്ലേ? അതെ, അവിടെ നമ്മളിപ്പോൾ അതുവഴിയാ പോവുക. ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം അതെല്ലാം. പക്ഷെ തൃപ്പയാറിലത് തൃപ്പയാറത്തില്ല, ഇത് തൃപ്പയാറ് കേട്ടോ. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കേട്ടിട്ടില്ലേ? തൃപ്പയാറല്ലേ? നോക്കിയിട്ട് ബോർഡ് കാണുന്നുണ്ടോ? ഇതിലുണ്ടാ സിഗ്നല്? ബോർഡ് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ബ്ലോഗ് ചെയ്തെന്ന്, അല്ല ബ്ലോഗ് ചെയ്യാനായിട്ട് പോയിട്ടില്ല, പോകുന്ന സമയത്ത് കാണിച്ചു തന്നിരുന്നു ഞാൻ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടെ എല്ലാം ബ്ലോക്കാണ്, നല്ല ബ്ലോക്കാണ്. വല്ലപ്പാട് ഈ സ്ഥലത്തിന്റെ പേര്. ഇതുവഴി പോകുമ്പോഴാണ് നമുക്ക് വാടാനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം വരിക അല്ലേ? വാടാനപ്പള്ളി കേട്ടിട്ടുണ്ടോ? കൊടുങ്ങല്ലൂര് പിന്നെ വളരെ പ്രശസ്തമല്ല അല്ലേ? കൊടുങ്ങല്ലൂർ ഭരണി. കൊടുങ്ങല്ലൂർ ടൗണാണ് കാണുന്നത്. നമ്മളിപ്പം നേരെ മുമ്പിൽ ഇതാ കുറച്ച് മുന്നോട്ടെത്തുമ്പോഴത്തേക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തുവരെ. ഞാൻ ടൗണിൻ്റെ ഉള്ളിൽ കൂടി പോയി, അതിലെ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം അങ്ങോട്ടേക്കോ കൊടുങ്ങല്ലൂർ അമ്പലം. ഇപ്പം മുമ്പിൽ കാണുന്ന കൊടുങ്ങല്ലൂർ അമ്പലമാണെങ്കിൽ അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഹൈവേയിൽ കൂടി പോവാം. ഞാൻ നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ടും നമ്മുടെ ഫ്രണ്ട് ഇവിടുന്ന് കയറുന്നുണ്ട്. ചേരമാൻ പള്ളീൻ്റെ അടുത്താണ് കയറുന്നത്. അവനറിയില്ല കേട്ടോ നമ്മൾ വ്ളോഗ് എടുക്കുന്ന കാര്യം. എല്ലാ പ്രശാന്തേ അവനറിയില്ല വ്ളോഗ് എടുക്കുന്ന കാര്യം. ഇത് നോക്കൂ, ഇതാണ് കൊടുങ്ങല്ലൂർ. പക്ഷെ അത് നോക്കിയെടുത്തോ. കൊടുങ്ങല്ലൂർ അമ്പലം 11:25 ആയി. അമ്പലം ഭയങ്കര തിരക്കുണ്ട് ഇവിടെ. ശബരിമലക്ക് പോകുമ്പോ എപ്പോഴും വരുന്ന സ്ഥലമാണ്. പ്രശ്നം അതിന്റെ മുമ്പ് ഇവിടെ ശബരിമലക്ക് പോകുമ്പോഴാണ് ഞാൻ വന്നത്. ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഉത്സവത്തൊന്നും ഞാൻ വന്നിട്ടില്ല ഇതുവരെ. പക്ഷെ എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നത് കൊടുങ്ങല്ലൂർ ഭരണി സമയത്ത്. ഇതെല്ലാം കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ പ്രദേശങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതെല്ലാം സ്ഥലങ്ങളാണ്. ഇത് ഹായ് പറയട്ടെ നമ്മുടെ പ്രേക്ഷകർക്ക്. ഇത് നമ്മുടെ ധനുഷ് സാർ, നമ്മള് ഭയങ്കര ഫ്രണ്ടാണ് കേട്ടോ. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ അറിയില്ല, അറിഞ്ഞത് പോലും ഇല്ല. അപ്രതീക്ഷിതമായി കയറുന്നു. നമ്മള് ചേരമാൻ ജുമാ മസ്ജിദിന്റെ മുമ്പിലാണ്. ഞാനൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ചേരമാൻ ജുമാ മസ്ജിദ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ആദ്യത്തെ മുസ്ലിം പള്ളി. വണ്ടി പോട്ടെ. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ആദ്യത്തെ മുസ്ലിം പള്ളി, ചേരമാൻ ജുമാ മസ്ജിദ്. എന്റെ കൂടെ ധനുഷ് എന്ന് പറഞ്ഞ ഫ്രണ്ട് കയറി. അപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്. ഇതാണ് എന്താണ് തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ അങ്ങോട്ടേക്ക് അവൻ പറഞ്ഞു പോകുന്ന സമയത്ത് എന്തായാലും ഇത് എടുത്തോ, ഭയങ്കര പ്രമുഖമായ ഒരു ക്ഷേത്രമാണെന്നാണ് പറഞ്ഞത്. ചരിത്രം അറിയോ? അപ്പം ചേരമാൻ ജുമാ മസ്ജിദ് കാണിച്ചപ്പോൾ അവൻ പറഞ്ഞു ഉള്ളിൽ പോയി എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക്. ഇപ്പം അവിടെ നവീകരിച്ചിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് ജുമാ മസ്ജിദ്. ഇപ്പം നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിക്കാനാണ് അങ്ങോട്ട് പോകുന്നത്. പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര കല്യാണം കഴിക്കാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് വെളുത്തോവാന് വന്നു കഴിഞ്ഞാൽ 3 ഇത് കഴിച്ചാൽ മതി. 3 തവണ വന്നാൽ മതി. അത് ശരി. അടിപൊളി വലിയ ശിവക്ഷേത്രമാണ്. അമ്പലത്തിൻ്റെ
ഒരു ചെറിയൊരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നമ്മൾ ധനുഷ്. അമ്മോ ഗംഭീര ക്ഷേത്രമാണല്ലോ അല്ലേ. വളരെ പഴയ ക്ഷേത്രം കേട്ടോ, ഭയങ്കര പ്രമുഖമായ ക്ഷേത്രമാണ്. എൻ്റെ മേലെയുള്ള വാസ്തു പണിയെല്ലാം നോക്കിയിട്ട് കാണുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഓൾറെഡി ലേറ്റാണ് ഇപ്പം. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല. ഞാനൊരു 11 മണിക്ക് എറണാകുളത്ത് എത്തുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ സമയം 11:30 കോട്ടപ്പുറം പള്ളി കഴിഞ്ഞിട്ടുള്ള കോട്ടപ്പുറം മുമ്പ് ചരക്ക് കപ്പലുകൾ വന്നിരുന്ന സ്ഥലമാണ്. അത് ശരി. ഓക്കെ, പോയിട്ടൊക്കെ എടുക്കണം. നമുക്ക് പോയിട്ട് എടുക്കണം. നമ്മുടെ വണ്ടി പോകുന്ന സമയത്ത് എടുക്കാൻ പറ്റില്ല. നമ്മൾ ധനുഷ് ഒന്ന് കാണിക്കും, മറ്റേ ആൾക്കാർ മര്യാദയ്ക്ക് ധനുഷ് ഒന്ന് കാണട്ടെ. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഇത് ധനുഷ്. അപ്പോൾ ധനുഷ് എന്ന് വെച്ചാൽ സിനിമയിൽ പ്രൊഡക്ഷൻ നേരത്തെ വന്നപ്പോൾ പരിചയപ്പെടുത്തിയിട്ടില്ല. ധനുഷ് ഏതൊക്കെ സിനിമയിൽ വർക്ക് ചെയ്തെന്ന് പറയുന്നത് വളരെ വളരെ പഴയ കാലത്ത് ഉള്ള ഫ്രണ്ടാണ് നമ്മള് തുടക്കം വെക്കുന്നത് നമ്മുടെ സൂര്യ ടിവിയിലെ ചാനൽ ഏഷ്യാനെറ്റ് സൂര്യവിള ഒക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് സന്ദീപ് ചെയ്ത അശ്വതി എന്ന് പറയുന്ന പടം നമ്മൾ വർക്ക് ചെയ്ത പടമാണ്. ഇതില് ഞങ്ങൾ പോകുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് രണ്ടാളെ കാണണം. ഒന്ന് ഇടുക്കിയിൽ നമ്മുടെ ക്യാമറമാനെ കാണാൻ പോകണം. സന്ദീപ് ചെയ്യുന്ന പടത്തിന്റെ ക്യാമറമാനെ കാണാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ പിറകെ അറിയിക്കുന്നതായിരിക്കും. പ്രൊഡ്യൂസറെ കാണണം. അങ്ങനെയുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ധനുഷ് ചെയ്ത സിനിമ നമ്മള് കുറെ പടങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയാം കാതിൽ എന്ന് പറഞ്ഞിട്ടുള്ള നെസ്ലിന്റെ പടം വർക്ക് ചെയ്ത് എ ഡി ഗിരീഷ് ഫാമിലിന്റെ ഒക്കെ ടീമിന്റെ മനോജ് പൂമെന്ന് പറഞ്ഞ കൺട്രോളറാണ് മെയിൻ. നമ്മൾ വിചാരിച്ച നല്ല എക്സ്പീരിയൻസ്, നല്ല ബന്ധങ്ങളുള്ള നല്ലൊരു പ്രൊഡക്ഷൻ കൺട്രോളർ. എനിക്ക് വന്ന എല്ലാ ഉയർച്ചക്കും ഉപകാരങ്ങൾക്കുള്ള ഒരു കാര്യം കൂടെ പറയാം. ചിങ്ങത്തില് നമ്മളുടെ 2 പടം, ഒന്ന് സൈജി ചേട്ടന്റെ ഒരു പരിപാടി അനൗൺസ് ചെയ്യണത് പ്രൊജക്ട് ഡിസൈനർ ആയിട്ട് ആണ്. അത് പേരെന്താ അറിയാം, പേരൊക്കെ ഇട്ടിട്ടുണ്ട്. സംഭവിക്കും. സിനിമ എന്ന് പറയുന്ന ഒരു വെള്ളിയാഴ്ച നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളൊന്ന് സ്റ്റെപ്പ് മാറ്റി പിടിച്ചെന്തുകൊണ്ടെന്ന് വെച്ചാല് നമുക്ക് 2 പരിപാടി നമ്മളുടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ അനൗൺസ് കഴിഞ്ഞാൽ അതിന്റെ ഗ്യാപ്പ് അനുസരിച്ച് ഷൂട്ടും പോകും. അത്യാവശ്യം ഗംഭീര പരിപാടികളാണ് 2 വലിയ കാര്യല്ലേ. ഓക്കെ, എനിവേ ഇനി ഞാനൊരു കാര്യം പറയട്ടെ. പ്രശാന്ത് ഇവിടെ ഇരുന്നിട്ട് നോക്കണ്ട, അപാര കലാകാരനാണ്. ചിത്രം ഇതെല്ലാം നമ്മൾ പിന്നെ പറയാം. ഞാൻ ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചത്, നമ്മൾ വ്ളോഗിങ് ആണ്. അപ്പൊ നമ്മൾ ധനുഷിന് ആദ്യമായിട്ട് വരുന്നില്ലേ, പ്രശാന്തിന് നിങ്ങൾ എപ്പോഴും കാണുന്നില്ലേ. ധനുഷ് നമ്മളെ ചങ്ക് ബ്രോ, അതുകൊണ്ട് ഒന്ന് ധനുഷിനെ പരിചയപ്പെടുത്തേണ്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പം നമ്മളെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നത്. ഇതാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ ചെയ്ത സ്കൂൾ. അവിടെ തല്ല ഗ്രൗണ്ടിലെ പിള്ളേര് കളിക്കൊണ്ട് തല്ലും ബഹളവും നടന്നു. സാറന്മാര് തമ്മിലുള്ള നല്ല കിടന്നില്ലേ. ഇതാണ് ഈ സ്കൂൾ. അത് ശരി. അപ്പൊ ധനുഷിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏതൊക്കെ സിനിമകൾ ചെയ്ത ലൊക്കേഷൻസ് പോലും അറിയാൻ പറ്റും. കാരണം പുള്ളിക്ക് നല്ലോണം ലൊക്കേഷൻസ്. നിന്റെ സ്ഥലത്ത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാലേ, കൊടുങ്ങല്ലൂരിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തോമസ് ലീഗ കാലെടുത്ത് ഊത്തിയത് ഇത് മാർത്തോമ പള്ളി ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ചേരമാഞ്ചു മസ്ജിദ്, കൊടുങ്ങല്ലൂര് അമ്പലം, പിന്നെ പറയണ്ടല്ലോ ശ്രീ കുടുംബക്കാവ്, ഭരണിക്കെന്ന് വെച്ചാല് അറിയാലോ, പറയണ്ടല്ലോ. അറിയാലോ. പിന്നെ ചരിത്ര പ്രധാനമായിട്ടുള്ള എല്ലാം ഉള്ളതാണ്. പിന്നെ ധനുഷും ഉള്ളത്. ധനുഷ് കറക്റ്റ്. അതിനാണ് വളച്ചൊടിച്ച് കൊണ്ടുവന്നതാണ്. ചരിത്ര പ്രധാനമായിട്ടുള്ള 3 സംഭവങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ധനുഷും ഉണ്ട് എന്നൊക്കെ. ഇനി നമ്മൾ ബിസിനസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ കുറച്ച് തിരക്കായി എറണാകുളത്ത് എത്തി കേട്ടോ. ഇനി വ്ളോഗിങ്, കുറച്ച് മീറ്റിംഗ് ഒക്കെ നടക്കുകയാണ്. ആൾക്കാർ ഫോൺ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ സിനിമേന്റെ കളി ഇതൊക്കെയാണ്. ഓക്കെ, ശരി. നമ്മൾ ലുലുവിലെത്തി. ലുലുവിലാണ് നമ്മൾ അടുത്ത ആളെ കാണാൻ പോകുന്നത്. അതായത് നമ്മളെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, ദ ഹണ്ട് എന്ന് പറഞ്ഞത്. ദ ഹണ്ടിന്റെ പ്രൊഡ്യൂസർ ഉണ്ട്. ഒന്നും കൊടുത്തിരിക്കുന്നത് ഹണ്ടിന്റെ പ്രൊഡ്യൂസർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയ പ്രൊഡ്യൂസറാണ്. ധനുഷിന് അറിയാമോ? ധനുഷ് നിറത്തിന്റെ പ്രൊഡ്യൂസർ സാറിന്റെ കൂടെ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മളിനി കണ്ടു കഴിഞ്ഞിട്ട് സംസാരിക്കാം. ലുലുന്ന് ഞാൻ വേറെ സ്ഥലത്തേക്ക് വന്നു. ഒബ്രോം മോൾ എന്ന് പറഞ്ഞ അതിൻ്റെ പാർക്കിംഗ് സെൻ്ററാണ് ഈ കാണുന്നത്.
ക്യാമറയിൽ ബാഗ് എല്ലാം പിടിച്ചിട്ട് നമ്മളിപ്പോൾ സത്യത്തിൽ ഇപ്പോഴാണ് നമ്മൾ സിനിമാക്കാരായത് അല്ലേ? പക്ഷെ അത് നമ്മൾ നേരത്തെ കണ്ടത് രാധാകൃഷ്ണൻ നിറം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറൊക്കെയാണ്. ഇനി നമ്മളൊരു സ്ക്രിപ്റ്റ് റൈറ്ററെ കാണാൻ പോവാണ്, പരിചയപ്പെടാൻ പോവാണ്. ജയറാം സ്വാമി എന്നാ പേര്. അപ്പം ഇനി എന്താ പറയുക, വ്ളോഗെല്ലാം നോക്കി എടുക്കാം. എറണാകുളത്തുള്ള നമ്മളെ തിരക്കെല്ലാം കഴിഞ്ഞു. 2-3 ആൾക്കാർ കണ്ടു. അത് അതിൻ്റെ ഫോട്ടോസ് എല്ലാം നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ഇനി ഞാൻ ഇടുക്കിയിലേക്ക് പോവാണേ. ഇടുക്കി ചെറുതോണിയാണ് പോകുന്നത്. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ഞാൻ കരുതി 2 എപ്പിസോഡ് ആക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. എനിക്ക് എന്താ പറയുക, മീറ്റിങ്ങെല്ലാം കഴിഞ്ഞ് കുറേ വർത്താനൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷനും ഇതൊക്കെ ഉണ്ട്. എന്താ പറയുക, നമ്മൾ കുറേ സംസാരിച്ചില്ല അതിൻ്റെയൊക്കെ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു വ്ളോഗിങ് അങ്ങോളം ഒരു 2ാമത്തെ എപ്പിസോഡ് ആക്കണ്ടെന്ന് കരുതുന്നത്. അല്ലേ പ്രശ്നം? അങ്ങനെ ചെയ്യാം അല്ലേ? നമുക്ക് നേരെ അങ്ങോട്ടേക്ക് എപ്പിസോഡ് ആക്കാം. മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ ടൗണാണ് ഉള്ളത്. വൈകുന്നേരം 7 മണി ആവുന്നു. 6:30 ആവുന്നേ ഉള്ളൂ. എന്താ പറയുക, രാത്രി എനിക്ക് കുറച്ച് ഇരുടല്ലേ, ഇനി എടുക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. കാണില്ല, നിങ്ങൾ കാണൂല ഒന്നും. അപ്പം ഞാൻ കരുതി ഇവിടെ നിന്ന് കുറച്ച് വെളിച്ചമുള്ള സമയത്ത് മൂവാറ്റുപുഴ ടൗൺ ഒന്ന് കാണിക്കാം. നോക്കി പച്ചക്കറിയിൽ കെട്ടിത്തൂക്കി വെച്ചാണോ? നമ്മുടെ വെള്ളരിക്കൊക്കെ കെട്ടിത്തൂങ്ങി നല്ല മാമ്പഴമൊക്കെ നമ്മളെ ഉണ്ടാവില്ലേ ഇങ്ങനെ കെട്ടിത്തൂക്കി, അതേപോലെ തന്നെ വെള്ളരിക്കൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളരിക്ക തന്നെയല്ലേ വിദേശം ഇവിടെ പറയാ? വെള്ളരിക്ക. നമ്മുടെ നാട്ടിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ലാംഗ്വേജ് മാറുവേ. ഇവിടെ നമ്മൾ പറയുന്ന കുറേ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ പപ്പായക്ക് കർമോസ് എന്നാ പറയാ. കർമോസ് എവിടെ എന്താ പറയാ? പപ്പായക്ക് കപ്പളങ്ങ അല്ലേ? എന്താ പറയാ? പപ്പായ കപ്പങ്ങ. സുരേഷ് സാർ എന്താ പറയാ, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വാടി ഇരിക്കുകയാണ്. ഒരു ഹായ് പറഞ്ഞേക്ക് സുരേഷ് സാർ. വാടാനൊന്നുമില്ല, നമ്മൾ ചെറുതോണിയിലേക്കല്ലേ പോകണം, പോയി തകർക്കണം. അതെ. പുന്നമറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പുഴയാണ്. സ്ഥലം പുഴയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞാനിതാ ചെറുതോണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ചെറുതോണിയല്ല, എക്സാക്ട്ലി ചെറുതോണിയല്ല, കരിമ്പ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കറക്റ്റ് മാർക്കേഷൻ കറക്റ്റാണെന്ന് അറിയത്തില്ല. കരിമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ നമ്മളൊരു റൂം എടുത്തു. കാണുന്ന ഇവിടെ റൂമാണ്. എല്ലാവരും ഇങ്ങനെ കിടന്നു, അതുകൊണ്ട് റൂമൊന്നും കാണിക്കാത്തത്. പിന്നെ എന്താ പറയുക, കുറച്ച് നാൾ ലേറ്റായി. അപ്പോൾ എന്താ പറയുക, നിങ്ങളൊരു ഒച്ച കേൾക്കുന്നുണ്ടോ? ഒച്ച എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്നുണ്ട്, അതൊരു വെള്ളച്ചാട്ടം ഉള്ളത്. അതിൻ്റെ സൗണ്ടാണ്, മഴയല്ല. ഇപ്പോഴത്തെ ഞാനും കണ്ടിട്ടില്ല എന്തായാലും. എനിവേ, ഞാനൊരു ചെറിയ വീഡിയോ എടുത്തു. ഞാൻ ആദ്യം വിചാരിച്ചു 2 എപ്പിസോഡ് വരെ ഇടാൻ വിചാരിച്ചു. പിന്നെ ക്ഷീണവും വണ്ടിയെല്ലാം ഓടിച്ചത് ഇതെല്ലാം കാരണം ഞാൻ വീണ്ടും വേറെ വീഡിയോ എടുത്തില്ല. എനിവേ, ഇവിടെ വരുന്ന വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നു. നാളെ ഇടുക്കിയിലെ കുറച്ച് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.